take control of my life and do what as you please through my life. Hallelujah. Everything that he had in his life, he gave up everything that he had accumulated. This morning as we come in God's presence, as we sit in his presence and worship him, let us forsake everything that we held important in our life, that we've been holding for a long time, that we thought it's really important. Let's completely give it God's hand and say, God, oh, I surrender all. I surrender all. Lord, you be my blessed Savior. I surrender all.
We praise your name, my God. We magnify your name, O Lord. We thank you, Jesus. Hallelujah. നമുക്കെല്ലാവരും ഇരിക്കുന്നിടത്തൊന്ന് കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് വാഴ്ത്തിക്കേ. Glorious God. Ribalaba shakaralada. Praise God. Hallelujah. I hope all are in the joy of the salvation. രക്ഷയുടെ ആ സന്തോഷത്തിലാണ് ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരും കൂടിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രത്യേക വന്ദനം പറയുന്നു. ഈ പ്രഭാതത്തിൽ നിന്നും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്നാലും ഇങ്ങനെ ഒരുമിച്ച് വന്ന എല്ലാവരുടെയും മുഖം ഒന്ന് കാണുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം, എല്ലാവരും ആരോഗ്യമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. അപ്പോൾ അവർക്കും ഒരു സന്തോഷം, അവർക്കും ഈ ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യുന്ന പ്രയാസവും മടിയൊക്കെ ഒന്ന് മാറും. തന്നെയുമല്ല, ഇങ്ങനെയും ദൈവത്തെ ആരാധിക്കാം. നത്തിങ് ഈസ് ആൻ ഇൻഫ്ലുവൻസ് ടു വർഷിപ്പ് ഗാഡ്. Amen. Nothing comes the way in between if we are connected with God. ദൈവമായി നാം ബന്ധിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യവും നമുക്ക്. 4-ാം സങ്കീർത്തനം, അതിന്ന് രാവിലെയാണ് എനിക്ക് ഒരു പ്രത്യേക ഉത്തേജനം തോന്നി. The Psalms 34, 1-10, just we will read it. കൂടെ വായിക്കുക, കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കൂടെ വായിക്കുക, കേൾക്കാൻ പറ്റിയാൽ ചേർന്ന് വായിക്കുക. പക്ഷേ നിങ്ങളുടെ എല്ലാ മൈക്കും മ്യൂട്ട് ആവട്ടെ. Only Gigi's mic will be on. Okay, go ahead. Over to Gigi. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ ഇളയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. വോയിസ് ഇല്ല. ഹലോ, ഇപ്പം കേൾക്കാമോ? ഓക്കെ ഓക്കെ. അതാണ് ഇവിടെ സങ്കീർത്തനക്കാർ നമ്മോട് പറയുന്നത്. ഇംഗ്ലീഷും കൂടെ ഒക്കെ ആയതുകൊണ്ട് അതും കൂടെ ഒന്ന് ഞാൻ പറയുന്നതല്ലേ നല്ലത്. വായിക്കുന്നു. So the 5th verse says, they looked to him and were radiant, and their faces were not ashamed. ഏത് പ്രതിസന്ധിയിലും വിശ്വാസികളായ നിങ്ങളെ ഞാൻ ഇന്ന് പകൽക്കാലം ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. Let us look to God where we become radiant. Praise the Lord. Where become radiant. ഈ റേഡിയസിൻ്റെ ഒരു പ്രത്യേകത ഒരു കണ്ണാടി പോലെ it reflects. ചുറ്റുപാട് നിരാശയും അടുത്തു വരുന്നവർ നിരാശയും ഭവനത്തിനകത്ത് നിരാശ, മേ ബി everything may be of desperate words, may be of those things, discouragements, disappointments. But I want to tell you, this is the time. ആ ദൈവത്തിൻ്റെ വലിയ ശോഭ പറയുന്ന ഒരു വാക്ക് ഇതാണ്. അത് പറഞ്ഞിട്ട് ആ താഴോട്ടൊന്ന് പറയുന്നത്, യഹോവ നല്ലവൻ. 8-ാം വാക്യം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. Praise God. And the 8th verse, it says that, oh, taste and see that the Lord is good. Blessed is the believer. Because when every doors are closed, everything is in confinement, and everything is limited, and when everyone has a sad face and discouragement, we God's people, നമ്മൾ കർത്താവിൻ്റെ മക്കൾക്ക് നമുക്ക് രുചിച്ചറിയാൻ പറ്റിയ സമയമാണ്. അപ്പോൾ അവങ്കിലേക്ക് നോക്കിയവരെ കുറിച്ച് പറയുന്ന ഇതാണ്, ദൂതന്മാർ ഇറങ്ങി വിടുവിക്കുമെന്ന്. അപ്പം നമ്മുടെ ഓരോ ഭവനങ്ങളിലും ദൂതന്മാർ ഇറങ്ങാൻ പ്രാർത്ഥിക്കാം. Let the angels encamp around us.
ദൂതന്മാർ നമ്മുടെ ചുറ്റും ഒന്ന് ഇറങ്ങി വരട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങി വരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ. ആയാലും സന്തോഷത്തിനൊരു ഭംഗമില്ല, മുഖത്തിൻ്റെ ശോഭയ്ക്കൊരു ഭംഗമില്ല. ഒന്ന് കൈപോക്കി സ്തോത്രം പറയാമോ അങ്ങനെ വിശ്വസിക്കുന്നവർ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വിശ്വസിക്കണം, പ്രൈസ് ദി ലോർഡ്. അതിൽ ധൈര്യപ്പെടണം. നിങ്ങളുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിലാണ്. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കമ്പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഭരണകൂടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കോവിഡ് പോയാൽ ഇല്ലെങ്കിലും, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരാ. They looked into God and they were radiant. Amen. So every Sunday when we come, പക്ഷേ ആ പാടുന്നതിന് മുമ്പായി നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഗ്ലോറിയസ് ഗോഡ്, ഗ്ലോറിയസ് ഗോഡ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാൻ പോവാം. നിങ്ങളുടെ എല്ലാം ഞാൻ പറയുന്ന സമയത്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സ്തോത്രവും ഹല്ലേലൂയയും മാത്രം 2 മിനിറ്റ് പറ. അതിനകത്ത് വരുന്ന ശബ്ദം ഒന്ന് വരട്ടെ. നമ്മുടെ ശബ്ദങ്ങൾ തമ്മിലൊന്ന് ഇടിച്ച് മുട്ടി ഒന്ന് ഒരുമി നമ്മുടെ സ്തോത്രത്തിൻ്റെ ആ സന്തോഷം ഒന്ന് തമ്മിലൊന്ന് അലയടിക്കട്ടെ. വെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്നാണ്. അപ്പോൾ അതൊന്ന് ഇരച്ചോട്ട്. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി. നിങ്ങളെല്ലാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരു സെക്കൻഡ് ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി ഗോഡ്. ഈ അന്തരീക്ഷത്തിനകത്ത് മുഴുവൻ ഈ വേവ്സ് എവിടെല്ലാം പോകുന്നു, ഇന്റർനെറ്റ് എവിടെല്ലാം ഈ ദൈവത്തിന്റെ സ്തോത്രത്തിന്റെ ശക്തി, ദൈവത്തെ ശുദ്ധീകരിക്കുന്നതിന്റെ വ്യാപാരം നടക്കട്ടെ. ഹല്ലേലൂയ. വാകളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശമാണ്. They looked into God, they looked into the Lord and they were radiant. Hallelujah. Oh, taste and see that the Lord is good. Hallelujah. Glorious God. Hallelujah. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. നിങ്ങളുടെ എല്ലാം മ്യൂട്ട് ചെയ്താൽ I'm going to pray. ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച്, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച്, യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവരെ ഏൽപ്പിച്ച്, ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്നവരെ ഏൽപ്പിച്ച്, സൂമിൽ ഒരുമിച്ചായിരിക്കുന്ന നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. ഈ സമയത്ത് പാസ്റ്റർ ബൈജു പ്രാർത്ഥിക്കും. ഗ്ലോറിയസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈജു പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവാത്മാ പ്രേരിപ്പിക്കുന്ന വിഷയങ്ങളെ ആസ്വാദമാക്കി താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നല്ല സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെയും അങ്ങേ ആരാധിക്കുവാൻ തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളെ, CRC കുടുംബത്തെ മുഴുവൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സീനിയർ പാസ്റ്റർ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവനുമായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആവശ്യങ്ങളിലും അത്യാവശ്യങ്ങളിലും ആയിരിക്കുന്ന വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവരെല്ലാവരും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. നീ ആ കുടുംബങ്ങളിൽ സമാധാനം, സന്തോഷം, ആവശ്യമനുസരിച്ചുള്ള സകല കാര്യങ്ങളും നീ നടത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് പല കാര്യങ്ങളും പരിമിതികളുണ്ട്, എങ്കിലും അങ്ങയുടെ അദൃശ്യമായ കരം, അങ്ങയുടെ അദൃശ്യമായ സ്വരം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വരുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് പകലിൽ കർത്താവെ, ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ദേശത്തെ നീ സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രദേശങ്ങളെ നീ സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലരെ നിന്റെ രക്തക്കോട്ടക്കുള്ളിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മേലെ കർത്താവെ, സ്വർഗമേ, നീ മുന്നമേ അറിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, നീ അത് നീ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുവാൻ കർത്താവെ പരിമിതികളുണ്ട്, എങ്കിലും കർത്താവെ അങ്ങ് എല്ലാം കാണുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങാണ് ഞങ്ങളുടെ പ്രൊവൈഡർ, അങ്ങാണ് ഞങ്ങളുടെ സംരക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ എല്ലാം, അങ്ങാണ് കർത്താവ് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഭവിക്കുവാൻ, അങ്ങയുടെ കരുതൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്ര കർത്താവെ. എല്ലാ വ്യക്തികളും നിന്റെ കരങ്ങളിലേക്ക് ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ടെ. ഒരിക്കൽ കൂടി കർത്താവ്, ഞങ്ങൾ എല്ലാവരെയും യേശുവിന്റെ രക്തക്കോട്ടകളിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾക്ക് തന്ന ചിന്തകൾക്കായി, ഞങ്ങൾക്ക് തന്ന ദർശനങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവെ. അതിനനുസരിച്ച് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നല്ലോ? Praise Jesus. Amen.
ഗ്ലോറിയസ് ഗോഡ്. ഓക്കെ, നമ്മൾ ഒന്ന് രണ്ട് പാട്ടുകൂടെ പാടും. അതിനുശേഷം നേരെ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഹാഫ് ആൻ അവർ ടു, അതായത് ഒരു 15 to 20 minutes ആയിരിക്കും വചനം. റോഷൻ പാസ്റ്റർ ശുശ്രൂഷിക്കും. ലാസ്റ്റ് 10 minutes നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് നമ്മൾ ഗ്രൂപ്പുകളിലായി പ്രാർത്ഥിക്കാൻ പോയി ഒരുമിച്ച് ഇച്ചിരി വർത്തമാനം പറയാനും അവസാന നിമിഷം അതിനുവേണ്ടി യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങനെ ചെയ്യണം. എന്നൊരു കൂട്ടായ്മയുടെ സമയം കൂടെ നമുക്കിന്ന് അവസാനം എടുക്കാം, ഒരു അല്പസമയം. പാട്ടിലേക്ക് ഞാൻ ബ്ലസ്സനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. Thank you.
ഉയർത്തി ദൈവത്തെ വാഴ്ത്തിയാണ്. ദൈവ വചന കേൾവിക്കാൻ നമുക്ക് listen to the word. And now Pastor Roshan Thomas Matthew will be sharing the word in English, and Brother Sumin will be translating. സുമിന അവിടെ നിന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ വളരെ ക്ഷമയോടെ പ്രാർത്ഥനാപൂർവമായിരിക്കുക. അതുകൊണ്ട് ഞാൻ പാസ്റ്റർ റോഷനെ ആയിരിക്കും സ്പോട്ട്ലൈറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു വചനം കേൾക്കുവാൻ നമുക്ക് ഏൽപ്പിക്കപ്പെടാം. ക്ഷണിക്കുന്നു. Hallelujah, praise the Lord. Hallelujah, praise the Lord. എല്ലാവർക്കും ശബ്ദം കേൾക്കാനായിട്ട് പറ്റുകയാണെന്നൊരു തംസപ്പ് കാണിക്കണേ. Praise the Lord, hallelujah. I thank God for the beautiful time that God has given into our hands to worship Him in spirit and in truth. ഇന്ന് ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്ന് ഞാൻ ഉള്ളതെന്ന് കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങിയിരിക്കട്ടെ. Let us bow our heads in prayer and I will pray for a moment. നമുക്ക് തലകളെ ഉണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Father God, we are before your word. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നു. Give us the ears to hear what the Spirit wants to tell us. പരിശുദ്ധാത്മാവിന് ഞങ്ങളോട് പറയാനുള്ളത് കേൾക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ചെവികളെ ഇന്ന് തുറക്കണമേ. We know that you love us so deeply, Lord. കർത്താവേ, അങ്ങ് ആഴത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. And you have given the word so that we will be able to remain strong in these difficult times. കർത്താവെ, ഈ സങ്കുലിതമായ സമയത്ത് കർത്താവെ ഉറപ്പോടെ നിൽക്കാൻ തക്കവണ്ണം അങ്ങയുടെ വചനം ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. And we pray that you will give us a heart to respond rightly to your word. കർത്താവെ, അങ്ങയുടെ വചനം കേട്ട് അതിനോട് കർത്താവെ പ്രതികരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നല്ലൊരു ഹൃദയം അങ്ങ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. I commit all the dear children of yours who are listening into the word of God. കർത്താവ്, ഈ വചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. And Lord, I pray that you will speak to each one of us. കർത്താവ്, ഇന്ന് ഞങ്ങളോട് അങ്ങ് സംസാരിക്കുമെന്ന് ഞങ്ങൾ കർത്താവെ ആശിക്കുന്നു. Touch us and sanctify us. ഞങ്ങളെ തുടരണം, ഞങ്ങളെ ശുദ്ധീകരിക്കണം. In Jesus' name we pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. Hallelujah. ആമേൻ. Hallelujah. Hallelujah. The Lord has laid on my heart Romans chapter 8 verse 28 for the word of God today. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൈവവചന ഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. And I will read it. ഞാനിത് ഇംഗ്ലീഷിൽ വായിക്കുന്നു. And we know that God causes all things to work together for good to those who love God and to those who are called according to His purpose. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവം നമുക്ക് തരുന്ന ഉറപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങളിലാണ് സകലവും ഇരിക്കുന്നതെന്ന്. Hallelujah. Hallelujah. And we need to have that hope that God has something great planned for us even now. എന്നാൽ ഇപ്പോഴും ഈ ഒരു സമയത്തും ദൈവവചന പ്രകാരം ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് നല്ല ഒരു പദ്ധതി ഉണ്ട്. Hallelujah. Hallelujah. And we know that as Christians, we are actually very privileged to have this kind of an assurance. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ഏത് സാഹചര്യത്തിലും ഉണ്ടെന്നുള്ളതാണ്. I hope and pray that God is keeping all of us safe and secure under His wings. Wherever we are kept secure by the hand of God. ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ആശിക്കുന്നതും നാം എല്ലാവരും എവിടെയായിരിക്കുന്നു അവിടെ എല്ലാം ദൈവം തന്റെ ചിറകിന്റെ കീഴിൽ നമ്മെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. In these times, the world is actually looking for an assurance from the various idols that the world has served till now. ഇന്ന് ലോകം ഈ സാഹചര്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ ഇതുവരെ ആരാധിച്ചുകൊണ്ടിരുന്നവർ, തങ്ങൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന തങ്ങളുടെ അല്ലെങ്കിൽ അവർ നോക്കിക്കൊണ്ടിരുന്നത് പല കമ്പനികളെ, പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ, പല അവർക്ക് ജോലി കൊടുക്കുന്ന അവർക്ക് വരുന്ന പൈസ വരുന്ന വഴികളെ കുറിച്ചൊക്കെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. They are looking for comfort today from false gods and from spiritual leaders. എന്നാൽ യഥാർത്ഥമായിട്ടല്ലാത്ത പ്രവർത്തിക്കുന്ന ദൈവങ്ങളെയും ആത്മീയ നേതാക്കളെയുമാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വസ്ഥതയും ഒരു പ്രതീക്ഷയും തരത്തില്ല. എന്നാൽ ദൈവത്തിന് മാത്രമേ നമുക്ക് പൂർണ്ണമായ ഒരു പ്രതീക്ഷയും പ്രത്യാശയും തരാൻ പറ്റുകയുള്ളൂ. In the portion that we just read, we know that God is giving us a great assurance that even in these troubled times, we will be able to remain secure in the word of God. ഈ വചനം വ്യക്തം നമ്മൾ വായിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ God gives us 3 assurances to every person who loves Him. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള 3 ഉറപ്പുകൾ ദൈവം അവിടെ കാണിക്കുന്നു. In Romans chapter 8 verse 28, He gives us that assurance that all things will work together for our good.
ഈ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ദൈവം കൊടുക്കുന്ന ഉറപ്പിങ്ങനാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. And in Romans chapter 8 verse 31, he assures us about his favor, where the word of God says, what shall we say to these things? If God is for us, who is greater than God will be able to harm us? ഈ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തെക്കാട്ടിൽ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപദ്രവം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. Because there is no one who is greater than God, we can rest assured that no one will be able to stand against us and harm us. Hallelujah. Continue. And we also see that the next promise that he gives us is that he assures us in Romans chapter 8 verse 35, he assures us about his constant and unfailing love. So the unspoken point there is no one or nothing will be able to separate us from the love of Christ. ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഒരു കാര്യത്തിനും ഒരു സാഹചര്യത്തിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ പറ്റില്ല. No person can separate us from the love of Christ. No event will be able to separate us from the love of Christ. ഒരു വ്യക്തിക്കോ ഒരു പ്രത്യേക കാര്യങ്ങൾക്കോ നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ സാധ്യമല്ല. Today for the meditation of the scriptures, I want to focus on Romans chapter 8 verse 28. ഇന്ന് പ്രത്യേകമായി നമ്മൾ വചനധ്യാനത്തിനായിട്ട് റോമർക്കെഴുതിയ ലേഖനം 8-ന്റെ 28-ാമത്തെ വാക്യത്തിൽ നോക്കാൻ ആഗ്രഹിക്കുന്നു. All the while in our hearts, let us be assured that whatever happens in our life, nothing can separate us from the love of Christ. ഇങ്ങനെ പറയുന്നത്, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ സാധ്യമല്ല. And let us remember that if God is for us, is given to us in the scriptures. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചാണ്. Amen. Hallelujah. And that sovereignty is something that we need to be very sure of in these troubled times. ഈ സാഹചര്യത്തിലും ഈ വിഷമഘട്ടങ്ങളിലും നമുക്ക് ഉറപ്പാകേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചാണ്. This is God's insurance that he is giving to us in these troubled times when bad happenings are there in one's life. ഇതാണ് ദൈവം നമുക്ക് തരുന്ന ഉറപ്പ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൈവത്തിന്റെ പരമാധികാരം അതിന്റെ മേളിലാണ് എന്ന് നമ്മൾ അറിയണം. And this is one of those fundamental truths in the Bible which reveals to us the marvelous ways of God. ദൈവത്തിന്റെ അത്ഭുതകരമായ വഴികളെ വിവരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഉപദേശം can happen in one's life. ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലത്തിന് മുകളിലേക്ക് ദൈവത്തിന്റെ പരമാധികാരത്തെ ഉയർത്തുന്ന ഒരു സന്ദേശമാണ് ഈ ഒരു വാക്യം നമ്മളെ കാണിക്കുന്നത്. It shows that God is more powerful, God is more wise than all the circumstances and things that happen in our life. എന്ത് സാഹചര്യം ഉണ്ടായാലും അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. In Romans chapter 8 verse 28, റോമർ 8-ന്റെ 28-ൽ Paul begins by saying, we know this. പൗലോസ് ഇങ്ങനെ പറയുന്നു, ഇത് ഞങ്ങൾക്കറിയാം. We know this. ഞങ്ങൾക്കറിയാം. Meaning it was a basic understanding for all the Christians who were living in his times, that the fact that all things will work together for good. പൗലോസ് അങ്ങനെ ഞങ്ങൾക്കെല്ലാം അറിയാം the sovereignty of God. അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടിലേക്ക് അന്ന് കർത്താവിന്റെ പരമാധികാരത്തെ കുറിച്ച് ശിഷ്യന്മാർക്കും ദൈവവിശ്വാസികൾക്കും നല്ല ഉറപ്പായിരുന്നു. They experienced more suffering, more poverty, more persecution than we can imagine. അവർ ഒരുപാട് പീഡനങ്ങളും ഉപദ്രവങ്ങളും പട്ടിണിയും നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അന്ന് അനുഭവിച്ചിരുന്നു. Still, because they were, and the word of God tells us, if they knew it, then we can also come to that understanding and we can also be comforted by that knowledge. ദൈവവചനം പറയുന്നു, നമ്മൾ ആ അറിവിലേക്ക് വന്നാൽ, യഥാർത്ഥമായ അറിവിലേക്ക് വന്നാൽ അവിടെ നമുക്കും ഒരു അനുഗ്രഹം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. Every word of the sentence, Romans chapter 8 verse 28, is very important for us. When we read Romans chapter 8 verse 28, it says, we know that God causes all things to work together for good. ആ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. And if you have the Bibles open, I want you to underline that word, all things. നിങ്ങളുടെ കയ്യിൽ ദൈവവചനം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ കൊള്ളാമായിരുന്നു. All things work together for good. അതിലെ വാക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. In most of the translations in English, it says, God causes all things to work together for good. പല ട്രാൻസ്ലേഷനും ഇങ്ങനെ പറയുന്നത്, ദൈവം സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ്. It is not that it automatically happens, but God causes it to happen together for good.
അത് തനിയെ അങ്ങ് നടന്നോളും എന്നല്ല പറയുന്നത്. ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. What God says here is that all things that happen in the life of a saint of God are foreknown by God. ദൈവം പറയുന്നത്, ഇവിടെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. All things, എല്ലാ കാര്യവും, good things, നല്ല sad കാര്യം, things, bad things, മോശമായ കാര്യം, evil വിഷമകാര്യം, things, ദുഷ്കരമായ കാര്യം, sufferings, പീഡനങ്ങൾ, failures, തോൽവികൾ, ups and downs, ഉയർച്ചയും താഴ്ചയും, all these things work together for the good of those who love God and those who are called according to his purpose. ഈ വക സകല കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. By his wisdom and power, God is able to cause all these things to work together for good. ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും ശക്തിയിലും ദൈവം ഈ സകല കാര്യവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. In Romans chapter 8 verses 35 to 39, റോമർ 8-ാം അധ്യായം അതിന്റെ 35 മുതൽ 39 വരെ അവിടെ പ്രതിപാദിക്കുന്നു. and knowing that I am standing before a സങ്കടമോ എന്തെങ്കിലും വന്നതായിരിക്കും. Paul says, who can separate us from the love of Christ? Shall tribulation or distress or persecution or famine or nakedness or peril or sword? പൗലോസ് ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? Verse 38, he says, I am convinced that neither death, nor life, nor angels, nor principalities, nor things present, nor things to come, nor powers, nor height, nor depth, or any other created thing shall be able to separate us from the love of God which is in Christ Jesus our Lord. 38-39 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ള In your life, dear saint of God, is that God has called for us. ഇവിടെ നമ്മൾ അറിയുന്നു, ഈ വക ഒരു കാര്യത്തിനും ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. But individually, when we look at many of these things, we cannot understand how it can be for our good. എന്നാൽ ഈ വക കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാകില്ല ഇത് എങ്ങനെയാണ് നമ്മുടെ നല്ലതിന്, നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നതെന്ന്. But we have to understand that it's more than that individual thing that is wrong. It is all these things together that actually works for the good. എന്നാൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതിന് പകരം ഇതെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ, സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. All things work together. ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്ന്, and the word together in Greek comes from the word synergy. ഈ ഒരുമിച്ച് നിൽക്കുക എന്ന വാക്ക് ഗ്രീക്ക് പദം സിനർജി എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. And from where we get the word synergy in English as well. ഈ വാക്കിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള സിനർജി എന്ന വാക്ക് വന്നിരിക്കുന്നത്. And the dictionary definition of synergy means സിനർജി എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഇങ്ങനെയാണ്: working together of various elements to produce an effect which is greater than and completely different from the sum of each element acting separately. Translate ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ഘടകങ്ങളും ഒരുമിച്ച് ചേരുന്നത് പല ഘടകങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന എഫക്റ്റിനെക്കാട്ടിൽ കൂടുതലായിരിക്കും എന്ന് പറയുന്നു. Praise the Lord. In order to explain that, I'll once again read that. ഞാൻ ഒന്നുകൂടെ അത് വായിക്കുന്നു. Very different elements actually work together to produce an effect which is greater than the individual. ഒരു കുറെ ഘടകങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ശക്തി ഓരോന്നും ഒറ്റയ്ക്ക് നിൽക്കുന്ന ശക്തിയെക്കാട്ടിൽ കൂടുതലായിരിക്കും എന്ന് പറയുന്നു. All the good things and bad things that are happening in our life together, they are acting. എല്ലാ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എല്ലാം ഒരുമിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. I want പീസ് എടുത്താൽ, and if I put it on my tongue, ഞാൻ ആ സോഡിയം എന്റെ നാവിലോട്ട് വെച്ചാൽ my tongue will be burned. A hole will be burned through my tongue. എന്റെ നാവ് കത്തിപ്പോകാൻ തക്കവണ്ണം ഇടയാകും. If I take some chlorine gas and if I pass it on my tongue, ഞാൻ ക്ലോറിൻ എന്ന കാര്യം എന്റെ നാക്കിലോട്ട് വെച്ചാൽ it will burn it and I will lose my tongue. എന്റെ നാക്ക് മുഴുവൻ കത്തിപ്പോകും. But when sodium and chlorine together are combined, എന്നാൽ ഈ സോഡിയവും ക്ലോറിനും ഒരുമിച്ച് ചേർന്നാൽ it produces salt, അത് ഉപ്പ് ഉണ്ടാക്കുന്നു, and it gives taste to my tongue.
അത് എന്റെ നാവിൽ വളരെ ടേസ്റ്റ് തരുന്നു, രുചി തരുന്നു. The combination of sodium and chlorine, both these are bad things. Both sodium and chlorine are dangerous to my tongue. But when I combine it together, it becomes something which is tasty for my tongue. എന്നാൽ ഈ സോഡിയവും ക്ലോറിനും ഞാൻ ഒരു കറി ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. I take all the spices and vegetables and chicken or whatever is there, and I keep it all separately. ഞാൻ പച്ചക്കറി ഒരു സ്ഥലത്ത് വെക്കുന്നു, ഞാൻ ചിക്കൻ ഒരു സ്ഥലത്ത് വെക്കുന്നു, അതിലിടേണ്ട മസാല ഒരു സ്ഥലത്ത് വെക്കുന്നു. I taste all these things one by one. ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇത് ഓരോന്നും ഒറ്റയ്ക്ക് രുചിച്ചു നോക്കുന്നു. But in the hands of an expert, ഭക്ഷണം പാകം ചെയ്യാൻ അറിയാവുന്ന ഒരു കുക്കിന്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ രുചി വേറെ ഒന്നാണ്. the things that I taste individually is different from the final taste. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്കുണ്ടാകുന്ന രുചിയെക്കാട്ടിൽ വ്യത്യാസമാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന രുചി. What Paul is trying to tell us is, പൗലോസ് ഇവിടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: God may not prevent his children from experiencing things that can harm them. ദൈവം തന്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്ന് നിർബന്ധമില്ല. What Paul is telling, കളയണമെന്ന് നിർബന്ധമില്ല. but what he is saying is God takes all that he allows to happen, and together he turns those things, even the worst things, he will turn it ultimately into his blessings. എന്നാൽ ദൈവം ഇങ്ങനെ പറയുന്നത്, നമുക്ക് നേരിടാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് ദൈവം എടുത്തിട്ട് അത് നമുക്ക് മോശമാകാമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് അതെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം ആക്കുന്നു. Just like sodium and chlorine combine to become salt and it is tasty for our lips, സോഡിയവും ക്ലോറിനും ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ നാവിന് രുചി ഉണ്ടാക്കുന്നത് പോലെ, just like the individual സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിൽക്കുമ്പോൾ രുചി ഇല്ലാത്തതും ഒരുമിച്ച് വരുമ്പോൾ രുചി ഉള്ളതും ആകുന്നത് പോലെ, God, who is in control of our lives, takes all the difficulties and situations in our life and together makes it work for the good. നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണമുള്ള ദൈവം സകല കാര്യങ്ങളും സാഹചര്യങ്ങളും ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് തിന്മയ്ക്കാകേണ്ടി വരാമായിരിക്കുന്നത് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. What happens when things don't go according to our plan and bad things? പലപ്പോഴും Can you repeat it, sir? What happens when things go wrong in our life and if things don't go according to our plan? നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന പോലെ പല സാഹചര്യങ്ങളും നടന്നില്ലെങ്കിലോ? I want to look at the life of Joseph from Old Testament. ഞാൻ പഴയ നിയമത്തിൽ യോസഫ് എന്ന വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നു. Being thrown into the well was not Joseph's plan for his life. കിണറ്റിൽ എറിഞ്ഞു കളയുക എന്നുള്ളത് യോസഫിന് തന്നെ കുറിച്ചുള്ള പദ്ധതി പ്രകാരം സ്വപ്നപ്രകാരമല്ലായിരുന്നല്ലോ. Being taken by Ishmaelites was not Joseph's plan for his life. ഇസ്മായിലിനെ അടിമയാക്കി കൊണ്ടുപോകേണ്ടത് ഒരിക്കലും തന്റെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിച്ച കാര്യമല്ലല്ലോ. The seduction that he faced in the house of Potiphar was not his plan for his life. പോത്തിഫറിന്റെ ഭവനത്തിൽ തനിക്ക് നേരിട്ട പരീക്ഷണം, കട്ടിയായ പരീക്ഷണം താൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ലല്ലോ. The years that he spent in the prison was not Joseph's plan for his life. ഒരുപാട് വർഷങ്ങൾ താൻ ജയിലിൽ കിടക്കണമെന്ന്, താൻ അഴിക്കുള്ളിലാകണമെന്ന് സാഹചര്യം ഓരോന്നോരോന്ന് എടുത്താൽ ഇതിനകത്ത് ഒരു നന്മയും നമ്മൾ കാണുന്നില്ല. But together God made all these things work together for the glory of God and for the good of the one who had trusted him. എന്നാൽ അവിടെ നമ്മൾ കാണുന്നു, ഈ സാഹചര്യങ്ങൾ ഒരുമിച്ച് എടുത്തു നോക്കിയാൽ ഇത് യോസഫിന്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. Can you repeat it? Hallelujah. Continue. And as Joseph went through these years and situations, the word of God tried him. ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം യോസഫ് കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവവചനം യോസഫിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. But one thing we know for sure, Genesis chapter 50 verse 20 says, എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: towards the end of his maturity of his life, Joseph looks back and he says, ജീവിതത്തിൽ സംഭവിച്ചത് ഓർത്തിട്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. Dearly beloved, whatever be the worst situation in your life, God is still able to take it and make something good come out of that. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ എന്ത് മോശമായി ആണ് എന്ന് നമ്മൾ ഇന്ന് വിചാരിക്കുന്നു, അതെല്ലാം ദൈവത്തിന് നന്മയ്ക്കാക്കി തീർക്കാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. And that good has to be qualified as an eternal and ultimate good. എന്നാൽ ഈ നല്ലത് എന്ന് പറയുന്നത് നിത്യമായ നന്മ എന്ന് നമുക്ക് ആക്കി തീർക്കണം. For example, Romans chapter 8 verse 29 says,
എന്ന ഉദാഹരണത്തിന് റോമർ 8:28-29 ഇങ്ങനെ പറയുന്നു, One of the good things that may happen to us is the sanctification that he gives us, whereby he conforms us to the image of Jesus. എന്നാൽ അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. Many of the trials and difficulties that happen in our life produce in us that divine nature of Jesus Christ himself. മോശമായ സാഹചര്യങ്ങൾ നാം നേരിടേണ്ടി വരുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഒന്ന് ഓർക്കുക, അത് നമ്മെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോടും അനുരൂപപ്പെടുത്തുന്നു, തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നു എന്ന് ഓർക്കുക. And that is the assurance that God wants to give us. അതാണ് ഇന്ന് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഉറപ്പെന്ന് പറയുന്നത്. Whatever we are suffering today, ultimately it is going to work out for the good. ഇന്ന് നമുക്ക് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യം നമുക്ക് അവസാനം അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. But this promise of God that we have received is conditional. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഉറപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചില സാഹചര്യങ്ങളെ അനുമാനിച്ചാണ്, കണ്ടീഷൻ നോക്കിയാണ്. This is not given for every person, but it is given for a child of God who loves God. ഇത് എല്ലാ മനുഷ്യനും കൊടുക്കുന്നതല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് കൊടുക്കുന്ന ഉറപ്പാണ്. The words, ഒരേ ആളെ കുറിച്ചാണ് പറയുന്നത്. the verses that follow is applicable to a person who loves God. Can you repeat it? Somebody else has unmute their mic. See, all the promises that God is giving to us in Romans chapter 8 are applicable to a person who loves God. ഈ പറയുന്ന എല്ലാ ഉറപ്പും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉറപ്പാണ്. Amen. Hallelujah. Hallelujah. And nothing characterizes the life of a true believer more than the genuine love for God. ദൈവത്തോടുള്ള സ്നേഹമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. We love him because he first loved us and gave his life for us. നാം അവനെ സ്നേഹിച്ചാൽ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ടും അവന്റെ ജീവൻ നമുക്കായി തന്നത് കൊണ്ടുമാണ് നാം അവനെ സ്നേഹിക്കുന്നത്. And because we love him, we obey him and respect him. അവനെ നാം സ്നേഹിക്കുന്നത് കൊണ്ട് നാം അവനെ അനുസരിക്കുകയും അവനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. Love comes out of the relationship that we have with him, and obedience comes out of that love. യേശു കർത്താവിനോടുള്ള ബന്ധത്തിന് പുറത്താണ് നമുക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത്. അത് കാരണമാണ് നമുക്കൊരു അനുസരണം ഉണ്ടാകുന്നത്. Real love for God is more than merely saying that he is God. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നാം ദൈവത്തോട് ചുമ്മാ അങ്ങ് ദൈവമാണെന്ന് പറയുന്നതിനേക്കാൾ മുകളിലാണ്. Because the word of God reminds us that even the devils acknowledge that he is God, and yet they are not saved. കാരണം ദൈവവചനം പറയുന്നു പിശാചും ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ പിശാച് ഒരിക്കലും രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. Real love is an intentional and warm devotion that we have for the Lord. യഥാർത്ഥ ദൈവത്തോട് കൂടെ ചേരാനുള്ള ഏറ്റവും അകമേ ഉണ്ടാകുന്ന ഒരു ആഗ്രഹത്തെയാണ് നാം ദൈവസ്നേഹം എന്ന് പറയുന്നത്. It is more than the love that an engaged bride has for her husband. ഒരു വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ ഒരുമിച്ചുണ്ടാകുന്ന മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. Paul says that love that we should have for Jesus is that simplicity and purity of devotion to Christ. നമുക്കുണ്ടാകേണ്ട സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ നിർമ്മലത. It's that simple. The question here is, do we love God? It's as simple as that. ഇവിടുത്തെ ചോദ്യം ഇതാണ്, നാം ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. Christianity and spirituality is very simple. It boils down to this one thing: do we love God? ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നു, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? Hallelujah. Hallelujah. God is looking for genuine love from us, not the fake love. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന with our imperfections, but he is looking for genuine love from us. നമ്മുടെ പൂർണ്ണതയില്ലാത്ത കാര്യങ്ങളെ പോലും ദൈവം സ്നേഹിക്കുന്നു, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്നുള്ള കാപട്യമില്ലാത്ത സ്നേഹത്തെയാണ്. Philippians chapter 1 verse 9 says, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:9 വാക്യം ഇങ്ങനെ പറയുന്നു. This is a prayer that Paul has for the church at Philippi. പൗലോസിന് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത്. And here he says, this I pray that your love may abound still more and more of God who are listening to him from Philippi. It doesn't matter if your love for the Lord is perfect today. ഇന്ന് ദൈവസ്നേഹത്തിൽ നിങ്ങൾ തികഞ്ഞവരാണോ എന്നുള്ളതല്ല വിഷയം. Even if it is only this much, let it be genuine. അത് വളരെ ചെറുതാണെങ്കിൽ പോലും അത് കാപട്യമില്ലാത്തതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. If it is genuine, the Lord will cause it to grow in the situations of our life.
നിങ്ങളുടെ ദൈവ സ്നേഹത്തോടുള്ള സ്നേഹം അത് ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ, അത് കാപട്യമില്ലാത്തതാണെങ്കിൽ, ദൈവം അതിനെ വളർത്താൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കും. What are some of the characteristics of that real, genuine love for God? കാപട്യമില്ലാത്ത സ്നേഹത്തിന്റെ ചില ഘടകങ്ങൾ എന്തൊക്കെയാണ്? Real and genuine love for God finds pleasure in God. Our pleasure will be found in God and not in the other care and in the word of God and in fellowship with God. ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ബോറടിക്കുകയോ ഒരു പ്രയാസമായി തോന്നുകയോ ചെയ്യാത്ത സാഹചര്യമാണ് കാപട്യമില്ലാത്ത സ്നേഹത്തിന്റെ അടയാളം. Genuine love for God is zealous for the Lord and it desires to obey him. കാപട്യമില്ലാത്ത സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമുക്ക് എപ്പോഴും ഒരു അഭിവാഞ്ച കാണും, ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു ആഗ്രഹം കാണും. And genuine love for God will cause us to love the things that God loves and the people that God loves. കാപട്യമില്ലാത്ത ദൈവസ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ദൈവം സ്നേഹിക്കുന്നതിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും, ദൈവം സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. And that worship will find its fullest expression not on Sunday morning but throughout our life. We will offer ourselves as a living sacrifice to God to perform the rightful worship to him. ആ കാപട്യമില്ലാത്ത സ്നേഹത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രം ഒതുങ്ങുന്നതല്ല, ജീവിതകാലം മുഴുവൻ ആ ആരാധന അത് തന്റെ ജീവിതം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് ലോകത്ത് നിന്ന് മാറി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതായി മാറും. Dear child of God, let us draw near to God today. പ്രിയ ദൈവമക്കളെ, നമുക്കൊന്ന് ദൈവസന്നിധിയിലേക്ക് അടുക്കൽ ചെല്ലാം. All that he wants from us is that genuine devotion and love to him. ദൈവം ഇന്ന് പകൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം കാപട്യമില്ലാതെ ദൈവസ്നേഹമാണ്. Very often we mistake the root of Christian life from the fruit of Christian life. പലപ്പോഴും നമ്മൾ ദൈവവചനത്തിന്റെ ഉണ്ടാകാവുന്ന ഫലത്തിനെയും ദൈവബന്ധത്തോടുള്ള വേരിനെയും തമ്മിൽ നമ്മൾ വ്യത്യാസമായി കാണും. But the word of God reminds us, if we are rooted and grounded in Christ and the love that we have, കാര്യത്തിൽ നമ്മെ ദൈവം വളരുമാറാക്കും എന്ന് ഇന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. Today let us draw near to God and ask him to allow that love for him and that devotion for him to increase in our life. ഇന്ന് നമുക്ക് ദൈവത്തോട് അടുക്കൽ ചെന്നിട്ട് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, അങ്ങയോടുള്ള കാപട്യമില്ലാത്ത സ്നേഹത്തെ ഒന്ന് വളർത്താൻ ദൈവമേ സഹായിക്കണമെന്ന്. I want to conclude. ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. Is God able to turn the worst things that are happening in our life into something beautiful? ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മോശമായ കാര്യത്തെ ഏറ്റവും മനോഹരമായ കാര്യമാക്കി മാറ്റാൻ ശക്തനാണോ? I want us all to look to the cross at Calvary. ഇന്ന് പകൽ എല്ലാ ദൈവമക്കളും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും കാൽവറി ക്രൂശിലേക്ക് ഒന്ന് നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. What happened there was the most evil thing that happened on earth. ഈ ലോകത്ത് നടക്കാവുന്നതിൽ ഏറ്റവും ക്രൂരമായ കാര്യമാണ് കാൽവറിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. Where a group of evil people crucified the very son of God of blessing for each one of us. എന്നാൽ അവിടെ കാൽവറിയിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരതയെ മാനവജാതിയുടെ ഏറ്റവും വലിയ നന്മയാക്കി മാറ്റിയ ദൈവസ്നേഹത്തെ അവിടെ കാണും. And that tells me that God is able to transform the difficult things and the issues of my life and convert that into a great blessing. ആ കാൽവറിയിലെ സന്ദേശം നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നമ്മുടെ ആയുസ്സിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും മോശമായ കാര്യത്തെ ഏറ്റവും നന്മയാക്കി മാറ്റാൻ എന്റെ ക്രൂശിച്ച മനുഷ്യന്റെ ദുഷ്ടതയെ ദൈവം മാനവരാതിയുടെ മുഴുവൻ അനുഗ്രഹമാക്കി മാറ്റിയത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. Hallelujah. Hallelujah. Amen. Hallelujah. From the death of Christ, what he did was he brought out eternal life for us. കർത്താവ് അവിടെ മരിച്ചതിൽ തന്റെ മരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ കർത്താവ് കൊണ്ടുവന്നു. And what seemed like a defeat, he converted into a triumph and a victory for us. കാൽവറിയിലെ തോൽവി എന്ന് തോന്നിക്കാവുന്ന ആ സാഹചര്യത്തെ ദൈവം നമുക്ക് മുഴുവൻ ജയമാക്കി മാറ്റി. And that is the promise on which we are resting our hope. ആ കാൽവറിയിലെ പ്രത്യാശ victorious out of this. ഈ ലോകത്തെ എന്ത് സാഹചര്യം മോശമായാലും എന്ത് സാഹചര്യം ഉണ്ടായാലും ഒരു കാര്യം ഉറപ്പു തരുന്നു, ദൈവത്തിന് അത് സകലവും നന്മയ്ക്കാക്കി മാറ്റാൻ സാധിക്കും. I want to close by reading this verse once again. ഈ ഒരു വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചുകൊണ്ട് ഇത് നിർത്താൻ ആഗ്രഹിക്കുന്നു. We know that God causes all things to work together for good to those who love God and those who are called according to his purpose. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. My prayer is that we will be the ones who love God. ഇന്ന് പകൽ ദൈവവചന ധ്യാനത്തിലൂടെ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Praise God. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം.
എപ്പോഴും പാസ്റ്റർ പ്രാർത്ഥിച്ച ആസ്വാദം പറഞ്ഞാൽ നമ്മൾ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകാതെ നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് അടുത്തിയല്ല. നമ്മളിങ്ങനെ വായിച്ചു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, അവർക്ക് സർവവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം അറിയേണ്ട കാര്യമാണ്. നാം എന്ത് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പായിട്ട് അറിയേണ്ട കാര്യം, എന്ത് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയാൽ, എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും, അത് ദൈവം അതിനെ നന്മയ്ക്കായിട്ട് കൂടി. ആളുകൾ കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി പറയും, കർത്താവേ, അന്ന് നമ്മൾ കടന്നുപോയത്, അന്ന് നമ്മൾ അതിനകത്തൂടെ, കർത്താവേ, ആമേൻ, ഞങ്ങൾ കടന്നു പോകുമ്പോ ഞങ്ങൾക്കറിയില്ലായിരുന്നു, പക്ഷെ അത് നാളുകൾ കഴിഞ്ഞപ്പോ അത് വലിയ നന്മയായിട്ട് മാറിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ അത് ആത്മീയ വർധനയ്ക്കും ഒരുപാട് സാക്ഷ്യത്തിനും അത് മുഖാന്തരമായി തീർന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ ഈ കേട്ട വചനം, ആമേൻ, സ്തോത്രം, ഒരു ഉറപ്പോടുകൂടി, പ്രത്യേകിച്ചും കർത്താവേ, 3 വാഗ്ദത്തങ്ങൾ അങ്ങ് നൽകിയിട്ടുണ്ട്. ഒന്ന്, സ്തോത്രം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, സ്തോത്രം, ആ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കാൻ കഴിയുന്നത് എന്ത്? ഇന്ന് ഈ ലോകത്തിലുള്ള ഒന്നും, ഇന്ന് കർത്താവെ വരുവാനുള്ളതോ ഇപ്പോൾ ഉള്ളതോ, കർത്താവ് വിവരങ്ങൾക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നും ഞങ്ങളെ ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു. അതും ഞങ്ങൾ അറിയുന്നു. ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ്, ഒന്നും ഞങ്ങൾക്ക് പ്രതികൂലമാണെന്ന് ഞങ്ങൾ അറിയുന്നു. സ്തോത്രം, ആയി തീരില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ വചനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഇന്ന് വന്ന് ഞങ്ങൾക്ക് ഭവിക്കുന്നതെല്ലാം നിൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു എന്നൊരു പാട്ടുകാരൻ ഒരു നന്മയുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും അറിയുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം ശുശ്രൂഷ നിന്റെ ദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ കേട്ട വചനം എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് പോകാതെ, ആമേൻ, സ്തോത്രം, ഞങ്ങൾ ഈ കടന്നു പോകുന്ന പ്രതികൂല കാര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന ആത്മാവിന്റെ സമ്മതവും സഹവാസവും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഭൂലോകത്തിൽ കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്ന സകല വ്യക്തികളോടും കുടുംബങ്ങളോടും എന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ്.